ഹലോ നമസ്കാരം. ഋതുസ് നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി വെണ്ടയ്ക്ക കുഴമ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും എല്ലാം ഉണ്ടാക്കി നമ്മൾ മടുത്തിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു വിഭവമാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ ഒപ്പം വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അത്രയ്ക്ക് രുചിയും ടേസ്റ്റുള്ള കറിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അരമുറി തേങ്ങ, പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് കുരുമുളക്, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില. ഇത് നമുക്കൊന്ന് വറുത്ത് അരയ്ക്കാനുള്ളതാണ്. ആദ്യം തന്നെ ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വെളിച്ചെണ്ണയല്ല. നല്ലെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കായ നല്ലപോലെ വഴറ്റിയെടുത്ത് അത് കളർ മാറുമ്പോൾ നല്ലപോലെ മാറ്റി വെക്കണം. അതിൻ്റെ വഴുവഴുപ്പ് പോകാനാണ്. അതിനുശേഷം ആ ചീനച്ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കുരുമുളക് കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് 1 ടീസ്പൂൺ കുരുമുളക് തന്നെയാണ്. അത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളുടെ തേങ്ങയും ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. നമ്മൾ തേങ്ങ പച്ചയ്ക്ക് അരയ്ക്കുന്ന കറി ഇങ്ങനെ ഉണ്ടാക്കാം വെണ്ടയ്ക്ക കൊണ്ട്. പക്ഷെ ഞാനിവിടെ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ലപോലെ ബ്രൗൺ കളറിൻ്റെ ആവശ്യമില്ല. നമ്മുടെ കളർ ഒന്ന് ചേഞ്ചായി പച്ചമണം ഒന്ന് മാറുന്ന സമയത്ത് നമുക്കിത് മാറ്റി വെച്ച് ഒന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കറി വയ്ക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. അതൊഴിച്ച് അത് ചൂടായി വരുന്ന സമയത്ത് നമ്മളുടെ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നല്ലപോലെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്നാൽ നമ്മുടെ ഉള്ളി ചേർക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും നല്ലപോലെ ചേർത്ത് വഴറ്റി ഇത് ബ്രൗൺ കളറായി വേവേണ്ട ആവശ്യമില്ല. കാരണം ഇത് കറിയിൽ കിടന്ന് വീണ്ടും വേവേണ്ടതാണ്. അതുകൊണ്ടൊരു ഹാഫായിട്ട് വെന്താൽ മതി. ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വഴറ്റുന്നത്. പിന്നെ ആ എണ്ണയിൽ കിടന്ന് വഴറ്റുമ്പോൾ നല്ലൊരു രുചിയും കൂടും ഇതിന്. അതിനുശേഷം ഇത് നല്ലപോലെ വഴറ്റി ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൊടികൾ ചേർക്കണം. കണ്ടോ, ഈ പരുവമാകുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന മല്ലിപ്പൊടിയാണ് അത് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. ഇത് അധികം എരിവില്ലാത്ത പൊടിയാണ്, എന്നാലും 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് 2 or 3 ടീസ്പൂൺ ആവാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. അത് നല്ലപോലെ വഴറ്റി പച്ചമണം ഒന്ന് മാറുന്ന സമയത്ത് നല്ലപോലെ വഴറ്റി ഒന്ന് നമുക്കറിയാം ഇതിൻ്റെ മണം വരും. ആ മണം വരുമ്പോൾ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിപ്പോൾ ഒരു വലിയ തക്കാളി ആയിരുന്നു, അതിൻ്റെ ഹാഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി തക്കാളിയാണ്. ആ തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റണം. പൊടികളൊക്കെ ഒന്ന് തക്കാളിയും കൂടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാനൊരു ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഒരു പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ആ പുളി നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കണം. കണ്ടോ, അത് പുളി ചേർത്ത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ മാറ്റി വെച്ചിരുന്ന വെണ്ടക്കായ ഇതിലേക്ക് ചേർക്കുക. വെണ്ടക്കായ നല്ലപോലെ വഴറ്റി മസാലയൊക്കെ ഒന്ന് ഇതിൽ പിടിച്ച് ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊരു ചെറു ചൂടുവെള്ളമാണ്, പച്ചവെള്ളമല്ല ഞാൻ ഒഴിച്ചിരിക്കുന്നത്, ചെറു ചൂടുവെള്ളത്തിലാണ്. അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ലപോലെ ഒന്ന് വന്ന് എണ്ണയൊന്ന് തെളിയുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ട്. ആ അരപ്പൊന്ന് ഇതിലേക്ക് ചേർക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തള വന്നു കഴിയുമ്പോൾ എണ്ണയൊന്ന് മുകളിലേക്ക് തെളിയും. ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിതിൽ താളിപ്പ് ചേർക്കാനുണ്ട്. താളിപ്പ് നമുക്ക് കടുകും ഉലുവയും കറിവേപ്പിലയാണ് ചേർക്കേണ്ടത്. ഉലുവ വളരെ കുറച്ച് ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്തേക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തേക്കുന്നത്. കാരണം എണ്ണയുടെ ആവശ്യമില്ല. ഇപ്പോൾ വറുത്തിടുമ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ കടുകും വറ്റൽമുളകും ഉലുവയും കൂടി പൊട്ടിച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് താളിപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാവർക്കും ചോറിനും കൂടി കഴിക്കാൻ പറ്റുന്ന അടിപൊളി വിഭവമാണ്. സൂപ്പർ ടേസ്റ്റാണ്. വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. അത്ര രുചികരമായിട്ടുള്ളൊരു വിഭവമാണ്. വളരെ പെട്ടെന്ന് ഇങ്ങനെ കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ എനിക്ക് വേറൊരു കറിയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പ്രചോദനമാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ ചാനലൊന്ന് കാണണം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങളെല്ലാവർക്കും നന്ദി പറയുന്നു. ഋതുസ് നാടൻ രുചികളുടെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.